ഇവർ വിവാഹിതരായാലെന്ന് പറഞ്ഞ് തുടങ്ങാൻ പോകുന്ന സീരിയൽ സൂപ്പർ ഹിറ്റ് ആവും. എല്ലാ സീരിയലുകളെയും പൊട്ടിച്ചുകൊണ്ട് നമ്പർ 1 പൊസിഷനിൽ ഈ സീരിയൽ വരും. നിങ്ങൾ എഴുതി വെച്ചോ. കാരണം ഇതിന്റെ കഥ അത്ര അടിപൊളിയാണ്. ഒരു കോൺട്രാക്ട് മാരേജിന്റെ കഥയാണ്. ഇതുവരെ ഏഷ്യാനെറ്റിൽ വന്നിട്ടില്ലാത്ത ഒരു സാധനമാണ് കോൺട്രാക്ട് മാരേജ്. നമ്മുടെ നിരവധി വായിക്കുന്ന ആപ്പുകളിലാണെങ്കിൽ പോലും സൂപ്പർ ഹിറ്റായിട്ട് മാറുന്ന സാധനമാണ് കോൺട്രാക്ട് മാരേജിന്റെ കഥ. അത് മാത്രമല്ല, ഒത്തിരി ട്വിസ്റ്റുകളും ഒത്തിരി രഹസ്യങ്ങളും അടങ്ങിയിട്ടുള്ള പുതിയൊരു സീരിയലാണിത്. മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളായിട്ടുള്ള നിഖിൽ നായരും മാളവിക വെയിൽസും കൂടി ഈ സീരിയലിൽ വരുമ്പോൾ പിന്നെ ഞാനത് പറയണ്ടല്ലോ. ഈ സീരിയലിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എപ്പോഴാണ് ഈ സീരിയൽ വരാനായിട്ടുള്ള സാധ്യത, എന്താണ് ഇതിന്റെ കഥ, മറ്റൊരു ഭാഷയിൽ നിന്നും റീമേക്ക് ചെയ്തിട്ടുള്ള ഒരു സീരിയലാണിത്. അപ്പൊ നമുക്ക് അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവർ വിവാഹിതരായാലെന്ന് പറയുന്ന സീരിയലിന്റെ മുഴുവൻ സ്റ്റോറി. കോടീശ്വരിയായ നായിക, പക്ഷേ നായിക അവിടെ നിന്ന് മാറി മറ്റൊരിടത്തെത്തുന്നു, വീണ്ടും ആ വീട്ടിൽ തന്നെ കല്യാണം കഴിച്ചെത്തുന്നു. നമുക്ക് നോക്കിയാലോ. എന്തായാലും ഈ കഥ പൊളിക്കും കേട്ടോ. ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഈ ഒരു സീരിയലിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ അപ്ഡേറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഞാൻ അൻസിഫാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും താഴെ കമന്റ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തി. ഒത്തിരി 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 സന്തോഷം. ഇനിയും ഇതുപോലെ മലയാളം ടെലിവിഷൻ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ തന്നുകൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തിരക്കുകൾ കാരണം ഇടയ്ക്കൊന്ന് ബുദ്ധിമുട്ടാവുന്നത്. എന്നാലും ഞാൻ ഡെയിലി ഒരു വീഡിയോ എങ്കിലും ഏതെങ്കിലും സീരിയൽസിനെ കുറിച്ചോ എന്തെങ്കിലും അപ്കമിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഇടാനായിട്ട് ശ്രമിക്കും. എന്തോ ആവട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്ന കാര്യം, ഇവർ വിവാഹിതരായാൽ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയൽ. ആക്ച്വലി ഇന്ന് നിങ്ങൾ മുഴുവൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആവും ഈ സീരിയൽ കാണാനായിട്ട്. കാരണം ഒട്ടും ലാഗില്ല. ഇതിന്റെ ഒറിജിനൽ വെർഷനിൽ ഒട്ടും ലാഗില്ല. നമ്മുടെ സ്റ്റാർ സുവർണയിലാണ് ഈ സീരിയലിന്റെ ഒറിജിനൽ വെർഷനായിട്ടുള്ള നിന്ന ജ്യോതി നന്ന കഥ എന്ന് പറഞ്ഞ ഈ സീരിയൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല. 2024 ഇത് ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം 544 എപ്പിസോഡ് വരെ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് മാരേജ് ആണ്. കോൺട്രാക്ട് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടമ്പടി വെച്ചുകൊണ്ട് ഇതിനകത്ത് കല്യാണം കഴിക്കുകയാണ്. ഇതിനകത്ത് നായകനും നായികയും കൂടി 1 വർഷത്തെ ഉടമ്പടിയിലാണ് കല്യാണം കഴിക്കുന്നത്. ഭൂമിയും അജയ്യുമാണ് ഇതിനകത്ത് നായകനും നായികയും. നമ്മുടെ ഇതിന്റെ കന്നഡ വെർഷൻ, കന്നഡയാണ് ഇതിന്റെ ഒറിജിനൽ. ആ കന്നഡയിൽ ഭൂമി എന്ന് തന്നെയാണ് നായികയുടെ പേര്. നടന്റെ പേര് അജിത്ത് എന്നാണ്. അജിത്ത് ഇതിനകത്ത് പോലീസും, ഭൂമി ഒരു നാട്ടിൻപുറത്തുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. പിന്നെ ഭൂമിയുടെ അമ്മ, ഭൂമിക്ക് അമ്മയുണ്ട് ഈ സ്റ്റോറിയിൽ. ഭൂമിയുടെ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലീസുകാരനായിട്ടുള്ള അജയ് സഹായിക്കും എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവരുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് മാരേജിന് ആര് തയ്യാറാവുന്നത്? ഭൂമി തയ്യാറാവുന്നത്. അതാണ് ഈ കഥയുടെ ഒരു പ്രധാന പശ്ചാത്തലം. ആദ്യം ഒന്നും സമ്മതിക്കത്തില്ല, പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഭൂമി സമ്മതിക്കുന്നത്. അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് പോലീസുകാരനായിട്ടുള്ള അജയ് കൂടെ നിൽക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, ആ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഭൂമി കല്യാണത്തിന് സമ്മതിക്കുന്നത്. പക്ഷേ നമ്മുടെ കന്നഡയിൽ ഉണ്ടായിരുന്ന കാരണം അതേ കാരണം ആയിരിക്കില്ല മലയാളത്തിൽ വരുമ്പോൾ കാരണം മാറും. ഭൂമിയുടെ അമ്മയുടെ വേറെ എന്തെങ്കിലും റീസൺസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറയാതിരുന്നത്. പിന്നെ ഇനി ഇതിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട കുറേ ആക്ടേഴ്സ്, മൂവി ആക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആക്ട്രസുകളുണ്ട്. ആരൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് നടന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ കൃഷ്ണനാണ്. ആക്ടർ കൃഷ്ണ ഇല്ലേ, ആക്ടർ കൃഷ്ണയാണ് നടന്റെ അച്ഛൻ. ഇനി അടുത്ത നടന്റെ അമ്മയായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത് നമ്മുടെ അനു നായറിനെയാണ്. അനു നായറിനെ അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരുമില്ല. നമ്മുടെ സൂര്യ ടിവിയിലെ സ്വന്തം സുജാതയിലൂടെ വന്ന് എൻ്റെ പിന്നെ നെഗറ്റീവുകളുടെ റാണി എന്ന് പറയണം. അമ്മാതിരി ലെവലിലെ പക്ക ആക്ടിങ് കാണിക്കുന്ന ഒരു ആക്ട്രസ് ആണ്. അവരാണ് ഇതിനകത്തെ രണ്ടാനമ്മ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ രണ്ടാനമ്മയെന്ന് എന്തുകൊണ്ടാണ് പറയാൻ കാരണമെന്ന് പറഞ്ഞു തരാം. ഇനി നടൻ നിഖിൽ നായരും നടി മാളവിക വെയിൽസും ആണ്. ഇനി അച്ഛമ്മ, നടന്റെ അച്ഛന്റെ അമ്മയായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്നത് മല്ലിക സുകുമാരനാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ വന്നിട്ടുള്ള പ്രൊമോസ് ഒക്കെ വെച്ചിട്ട് ഇത്രയും സാധനങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ഇനി മഞ്ജു പത്രോസ് ഈ സീരിയലിലുണ്ട്. നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന മഞ്ജു പത്രോസ്. ഇനി ഈ കഥ ആക്ച്വലി ഇതിന്റെ 2 പ്രൊമോസ് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു പ്രൊമോയാണ്. അതിനകത്ത് വലിയ നമുക്ക് ഹിന്റ് ഒന്നും എടുക്കാനായിട്ടൊന്നുമില്ല. നടൻ പോലീസുകാരനാണെന്ന്, നടി നാട്ടിൻപുറത്തുകാരിയാണെന്ന് മനസ്സിലാവുന്നു. സെക്കൻഡ് പ്രൊമോയിലാണ് നടനും നടിയുമായിട്ടുള്ള ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് 2 പേരും, ഒരാൾ കട്ടിലിൽ കിടക്കുന്നു, ഒരാൾ താഴെ കിടക്കുന്നു, ദേഹത്തെ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള കോൺട്രാക്ട് ഇവരവിടെ ആ പ്രൊമോക്കൂടെ കാണിക്കുന്നുണ്ട്. പിന്നീട് നടി എല്ലാവർക്കും ചായ കൊടുക്കുമ്പോഴത്തേക്കും ആ വീട്ടിലെ അച്ഛൻ പറയുന്നു, എൻ്റെ വൈഫ് പണ്ടിട്ടിരുന്ന ചായയാണ്, എൻ്റെ സുമിത്ര പണ്ടുണ്ടാക്കിയിരുന്ന ചായയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള അനു നായർ ചെയ്യുന്ന ക്യാരക്ടറിന് ഇങ്ങനെ പെട്ടെന്നൊരിത് വരുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് ഈ പറയുന്നത് പോലെ ഈ ഭൂമി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇയാളുടെ യഥാർത്ഥ മകള്. പറഞ്ഞത് മനസ്സിലായോ? ഈ പറയുന്ന ആക്ടർ കൃഷ്ണ ചെയ്യുന്ന ക്യാരക്ടർ സുമിത്ര എന്ന് പറയുന്നുണ്ടല്ലോ, അയാളുടെ വൈഫ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതോ കാണാതെ പോയതോ ഒക്കെയാണ്. അപ്പൊ ഈ വൈഫും മകളും
ഇയാൾക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രായം ഉണ്ടായിരുന്നേനെന്ന് അയാൾ പറയുന്നുണ്ട്. ഈ സെയിം മകള് തന്നെയാണ് ആര്, ഈ പറയുന്ന കുട്ടി, ഈ പറയുന്ന നമ്മുടെ ഭൂമി. അപ്പം ഈ ഭൂമി തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിച്ച് ഈ വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇയാളുടെ മകനെയാണ്. അപ്പൊ പിന്നെ സഹോദരങ്ങളാവൂലേ നിങ്ങൾക്ക് ചോദ്യം വരും. ഒരു കാരണവശാലും അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കൂലല്ലോ. അപ്പൊ എന്തായാലും ഈ പറയുന്ന പോലെ എടുത്തു വളർത്തിയ മകനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മകനോ ആയിരിക്കും. ഈ കഥ തുടങ്ങുമ്പോഴത്തേക്കും പണക്കാരൻ നായകനും നായിക ഒരു ദരിദ്രവാസിയാണെങ്കിലും ഈ കഥയുടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നായികയുടെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കളുടെ ഈ കുടുംബം മൊത്തം ആരുടെയാണ്, നായികയുടേതാണ്. നായകൻ അവിടെ വന്നിട്ടുള്ള ദത്തപുത്രനോ വേറെ ആരുടെയെങ്കിലും പുത്രനായിട്ട് മാറാനായിട്ടുള്ള സ്കോപ്പാണുള്ളത്. മാത്രമല്ല ഈ പ്രൊമോക്കകത്ത് നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ പറയുന്ന കൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടുള്ള കൃഷ്ണന്റെ ക്യാരക്ടർ കല്യാണം കഴിച്ചിട്ടുള്ള ഈ പറയുന്ന സുമിത്രയെയും അവരുടെ മകളെയും കൊന്നത് അല്ലെങ്കിൽ ഇവരിൽ നിന്നും അകറ്റിയത് അനു നായർ ചെയ്യുന്ന ക്യാരക്ടറാണ്. അതായത് ഇപ്പോഴത്തെ രണ്ടാനമ്മയാണ് ഇവരെ അകറ്റി നിർത്തിയത്. നമുക്കത് മനസ്സിലാവും. അത് കാണുമ്പോൾ ആ പ്രൊമോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന് എങ്ങനെയാണെന്നുള്ളതാണ് ഈ കഥയുടെ രഹസ്യം. അപ്പം മല്ലിക സുകുമാരനെ അവിടെ ഇങ്ങനെ കൊണ്ടിരുത്തിയിട്ടുണ്ട് അച്ചമ്മയായിട്ട്. അപ്പോൾ ഈ കോൺട്രാക്ട് മാരേജും ഈ രഹസ്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കഥയാണിത്. ഇത് ആക്ച്വലി ഇതിന്റെ പ്രൊമോയും അതുപോലെ തന്നെ ഇതിന്റെ കന്നഡ വെർഷന്റെ കഥയും കേൾക്കുമ്പോൾ എനിക്ക് കറക്റ്റ് നമ്മുടെ സൂര്യ ടിവിയിൽ ഒരു 2-3 വർഷം മുന്നേ ടെലികാസ്റ്റ് ചെയ്തിരുന്ന കളിവീട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലുണ്ട്. നമ്മുടെ സ്വന്തം റബേക്ക സന്തോഷും നിതിൻ ജേക്ക് എന്നാണ് തോന്നുന്ന പേര്, നിതിനും കൂടി ആണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അത് ഇതുപോലെ കോൺട്രാക്ട് മാരേജിന്റെ കഥയാണ്. അവളുടെ പിന്നിലൊരു നായികയുടെ പിന്നിലൊരു രഹസ്യമുണ്ട്. അവളുടെ ഫാമിലി, അവളുടെ ഈ പറയുന്ന പോലെ ആ കുടുംബത്തിൽ തന്നെയാണ് അവൾ തിരിച്ചു വന്ന് എത്തുന്നത്. അതേപോലത്തെ അതിന്റെ മറ്റൊരു വെർഷൻ തന്നെയായിരിക്കും ഇത്. സൂര്യ ടിവിയിൽ വന്നിട്ടേ ഹിറ്റായ സീരിയലാണ് ഈ പറയുന്ന കളിവീട് സീരിയൽ. അപ്പൊ അതിന്റെ കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇവർ വിവാഹിതരായാലെന്ന് പറയുന്ന സീരിയൽ വരാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് കല്യാണം നടക്കും. അത് നിങ്ങൾ നോക്കിയിരുന്നു, പെട്ടെന്ന് തന്നെ ഇതിൽ കല്യാണമൊക്കെ നടക്കുക. അല്ലാതെ എല്ലാ സീരിയലും പോലെ ലാഗടിപ്പിച്ചൊന്നും പോകത്തില്ല. വളരെ വേഗത്തിൽ കല്യാണം നടക്കും. നായകനും നായികയും കൂടെ അവസാനം പ്രണയമായിട്ട് മാറും. ആസ് യൂഷ്വൽ പ്രഡിക്റ്റബിൾ എല്ലാ സീരിയലിലും ഉള്ളതുപോലെ തന്നെയാണ്. ഇതാണ് ഇവർ വിവാഹിതരായാലെന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിന്റെ ഒരു ഇതിവൃത്തം. നിങ്ങൾക്കിത് കേട്ടപ്പോൾ ഇൻട്രസ്റ്റ് ആയില്ല? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം ഓൾറെഡി കളിവീട് സീരിയൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കുമല്ലോ അപ്പൊ ഏഷ്യാനെറ്റിൽ വരുന്നത്. ഇതിന്റെ കോപ്പി ആണോ എന്നുള്ളത് നമുക്ക് വരുമ്പോഴേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഞാൻ റിസർച്ച് ചെയ്ത് കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങളോട് വന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്കൊരു കാര്യം എടുത്ത് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ കുറച്ച് ദിവസം ഇരുന്നിട്ടാണ് ഞാൻ ഇതൊന്ന് പറയുന്നത്. ഇനി ഇത് എപ്പോഴായിരിക്കും ടെലികാസ്റ്റിംഗ് ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏപ്രിൽ എൻഡോട് കൂടി ഈ സീരിയൽ എത്താനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. വൈ? ബിക്കോസ് മൗനരാഗം അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൗനരാഗം തീർന്നു കഴിഞ്ഞാൽ മൗനരാഗം 6 മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ആ 6 മണിയിലേക്ക് സാന്ത്വനം 2 എന്തായാലും ഷിഫ്റ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ സാന്ത്വനം 2 6:30-ക്കാണല്ലോ. അപ്പൊ ഈ 6:30-ലോട്ട് വേറെ ഏതെങ്കിലും ഒരു സീരിയൽ നൈസായിട്ട് വരും. ഈ 6:30-ലേക്ക് വരുന്ന സമയത്ത് പ്രൈം ടൈമിൽ ഒരെണ്ണം ഫ്രീ ആവും. അപ്പം 8 മണിക്കോ 9 മണിക്കോ ഒക്കെ ആയിരിക്കും മിക്കവാറും ഇത് വരാനായിട്ടുള്ള സാധ്യത കാണുന്നത്. കാരണം ഇത് ഹിറ്റ് ആവും, ഇത് സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ആവും. നിങ്ങൾ എഴുതി വെച്ചോ. കാരണം ഇതിന്റെ കഥ കന്നഡയിൽ കേട്ടിടത്തോളം വളരെയധികം അടിപൊളിയാണ്. അതേപോലെ തന്നെ മലയാളത്തിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒത്തിരി സീരിയലുകൾ നമുക്കറിയാം, മലയാളത്തിൻ്റെതായിട്ടുള്ള സ്വന്തം ഓൺ പ്രൊഡക്റ്റ് സീരിയലുകൾ ഏഷ്യാനെറ്റിൽ വളരെ കുറവാണ്. എന്നിരുന്നാൽ കൂടെയും ഈ പറയുന്ന സീരിയൽ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഒന്നാമത് ഇതിനകത്തെ മാളവിക വേൽസ് സൂര്യ ടിവിയിലെ നന്ദിനി എന്ന് പറയുന്ന ഡബ്ഡ് സീരിയലില് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ നമ്മുടെ മഴവില്ലില് പൊന്നമ്പിളി എന്ന് പറഞ്ഞൊരു സീരിയല്, അതിനു മുന്നേ മഞ്ഞൾ വിരിഞ്ഞ പൂവ്, അതിനുശേഷം മഞ്ഞൾ വിരിഞ്ഞ പൂവ്, ഇപ്പൊ മീനൂസ് കിച്ചൺ, അങ്ങനെ മഴവില്ല് ചെയ്താണ്. ഈ മഴവില്ലിലും സൂര്യയിലും ഒക്കെ ചെയ്തിട്ട് പോലും ഭയങ്കര അധികം പോപ്പുലാരിറ്റി ഉള്ള ഒരു ആക്ട്രസ് ആണ് മാളവിക വേൽസ്. തമിഴിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സൂര്യ ടിവിയിൽ വന്നിട്ടുള്ള ഡബ്ഡ് സീരിയലായിട്ടുള്ള നന്ദിനി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം തമിഴകത്തിലും മലയാളത്തിലും ഒരുപോലെ തന്നെ സപ്പോർട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഈ പറയുന്ന മാളവിക വേൽസ്. നിഖിൽ നായരും നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ അമ്മ അറിയാതെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂര്യ ടിവിയിൽ ഹൃദയം, അതിനുശേഷം പിന്നീട് തെലുങ്കില് സീരിയൽസ് ചെയ്തിട്ടുണ്ട്. തെലുങ്ക് ബിഗ് ബോസ് വന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ. അപ്പം ഇവരുടെ ഒരു കോംബോ, രണ്ടുപേരുടെ ഒരുമിച്ചിട്ടുള്ള ഒരു കോംബോ വരുമ്പോൾ ഉറപ്പായിട്ടും അതിന് ഫാൻ ഫോളോയിങ് ഓൾവേസ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിനൊരു ഫാൻ ഫോളോയിങ് ഓൾവേസ് ഉണ്ട്. അപ്പം ഇവരുടെ ഒരു കെമിസ്ട്രിയും കൂടി വർക്ക് ആവുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ ഇടയിൽ ഫൈറ്റ് ഒക്കെ തുടക്കത്തിൽ ആ പ്രൊമോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ സീരിയലിനെ കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ടെലിവിഷൻ സീരിയൽ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും എൻ്റെ FB ഇൻസ്റ്റയും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.